ഇപ്പം എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ്, നിലനിർത്താനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. ഇപ്പം എല്ലാവരും പറയും സീറോയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന്. ഒരിക്കലും ഒരു രൂപയില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റിയിട്ടുമില്ല. അതെ, ഇപ്പം എനിക്ക് നല്ല കഴിവുണ്ട്, അപ്പം എന്നെ വേറെ ആൾക്കാർ കൊണ്ടുപോയിക്കോളണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വരാൻ ചാൻസസ് ഉണ്ട്. എല്ലാം ഞാൻ ഫേസ് ചെയ്ത് വന്ന ആളാണ്. എനിക്ക് തോന്നണില്ല ഒരുവിധം ഒരു പെണ്ണ് അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ ബൊട്ടിക്സും മോഡൽസിനെ വെച്ച് ഷൂട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു മോഡലിന് കൊടുക്കാനുള്ള ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട്. ഫൗണ്ടർ തന്നെ ആ വീഡിയോസിൽ ഫീച്ചർ ചെയ്ത് ആ വീഡിയോസിൽ പാർട്ടാവുക, ബാക്കിയുള്ളവർക്ക് നല്ല മടിയുള്ളൊരു കാര്യം. എല്ലാവർക്കും റീച്ച് വേണം. ഈ ഒരു കാര്യത്തിനോട് ആർക്കും ഒരു താല്പര്യമില്ല. ഇപ്പോൾ റീസെല്ലിങ് വിചാരിക്കും എല്ലാവരും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണമെന്ന്. അല്ല, അതൊരു ജോലിയാണ്. അതായത് സെയിൽസ് ഗേൾസിൻ്റെ ജോലി. അത് ഓൺലൈനിൽ കൂടെ അതായത് അതിന്റെ രൂപം മാറി, ഭാവം മാറി, അത്രയേ ഉള്ളൂ. എനിക്കറിയാം ഏകദേശം ഏത് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്കിട്ട് പണി തരാനിരിക്കുന്നവർക്ക് എവിടെയൊക്കെ കൊള്ളും എന്നുള്ളത് എനിക്ക് ഏകദേശം ഇപ്പോൾ നല്ല ഐഡിയ ഉണ്ട്. സ്വന്തമായിട്ട് ഫാക്ടറി ചെയ്ത് വിൽക്കുന്ന കേരളത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയും ഓൺ പ്രൊഡക്ഷൻ, അത് വെറുതെ പറയാണ്. കാരണം ഞാനൊന്നും എവിടെ എത്തിയില്ല, എൻ്റെ സ്വപ്നങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തണ വരെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഹൈ ക്രിയേറ്റേഴ്സ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഫോളോഡ് ആയിട്ടുള്ള ബുട്ടിക് ബ്രാൻഡ് മൂൺ ഗോഡസ് കൗച്ചറിൻ്റെ ഫൗണ്ടർ അനിചേച്ചിയാണ്. അനിചേച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ നമ്മുടെ ലോങ് ടൈം ക്ലയൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ഒരു നല്ല വെൽവിഷറും കൂടെയാണ്. ഇന്ന് ആളുടെ കൂടെ ഇവിടെ ദുബായിൽ വന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ആണ്. സെയിം ടൈം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂൺ ഗോഡസ് കൗച്ചറിൻ്റെ ആ ഒരു ജേർണീനെ കുറിച്ചും അതേപോലെ തന്നെ ഇത്രയും വലിയൊരു ബ്രാൻഡിനെ എങ്ങനെയാണ് നമ്മൾ കോണ്ടൻറ്റ് ഉപയോഗിച്ച് സ്കെയിൽ ചെയ്ത് ആസ് എൻ ഏജൻസി നമ്മുടെ പാർട്ടായാലും എന്തായിരുന്നു, അതേപോലെ തന്നെ എന്തൊക്കെ ടൂൾസാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. മൂൺ ഗോഡ്സ് പോലെയോ അല്ലെങ്കിൽ നാളെ ഒരു ഓൺലൈൻ ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും. സെയിം ടൈമിൽ നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡു നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. 4.2 മില്യൺ ഫോളോവേഴ്സുള്ള ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ലീഡിങ് ബുട്ടിക്കാണ് പിന്നെ നമ്മുടെ മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്നത്. റൈറ്റ് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ പുൾ ഓഫ് ചെയ്യുന്ന വ്യൂസ് ആണെന്നുണ്ടെങ്കിലും സെയിം ടൈം ആ ഓർഗാനിക് റീച്ച് ആണെന്നുണ്ടെങ്കിലും സംതിങ് ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം. അപ്പം എവിടെയാണ് ചേച്ചിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ? അതായത് നമുക്ക് റീറ്റെയിൽ ഷോപ്പായിരുന്നല്ലോ. റീറ്റെയിൽ ഷോപ്പിൽ നമുക്ക് ഓൾറെഡി മറ്റേ ഞാൻ പറഞ്ഞല്ലോ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് കുറച്ച് കാലം അങ്കമാലിയിലായിരുന്നു എൻ്റെ ഷോപ്പ്. അപ്പോൾ കുറച്ച് കാലം എനിക്കൊന്ന് അവിടെ ഇരിക്കേണ്ടി വന്നു. നമ്മൾ അട്ടത്ത് കയറി ഇരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇരിക്കേണ്ടി വന്നു. ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സെയിൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് പതുക്കെ ഞാൻ ഫേസ്ബുക്കിലോട്ട് മാറിയത്. ഫേസ്ബുക്ക് ആയിരുന്നു എൻ്റെ തട്ടകമെന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിയുന്നത് പണ്ട് മുതലേ അറിയാവുന്ന ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് പുതിയതായിരുന്നു. അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഞാൻ വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറോണ വന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ടിക്ടോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ടിക്ടോക്ക് വന്നപ്പോൾ ഏകദേശം ഇൻസ്റ്റാഗ്രാമും എല്ലാവരും പരിചിതമായിത്തരും. കാരണം കൊറോണയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ആ സമയത്താണ് ഓൺലൈൻ കുറച്ചും കൂടെ സജീവമാക്കിയത്. അതായത് കൊറോണ ടൈമാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായത്, എനിക്ക് ഗ്രോത്ത് ഉണ്ടായത്, എൻ്റെ ഗ്രാഫിൽ അതായത് എൻ്റെ കരിയർ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായ ഒരു ടൈം അപ്പോഴാണ്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടൈം ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. ആ ടൈം ഞാൻ നല്ലവണ്ണം യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ അങ്ങോട്ട് എന്ന് പറയുന്നത് അന്ന് ഞാൻ തുടക്കത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തത് ഇന്നും ആ സെയിം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എന്തിനും നമ്മൾ പകുതിക്ക് വെച്ചിട്ടോ നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് തോന്നി പകുതിക്ക് വെച്ച് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനി അതല്ല, ഇനി നമുക്ക് നേടാനുണ്ട്. ഇതല്ല, ഇതിനെ നിലനിർത്തണം. ഇപ്പം എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ്, നിലനിർത്താനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. അടിപൊളി. ഇപ്പം ചേച്ചി പറഞ്ഞു ഫൗണ്ടർ എന്ന് പറഞ്ഞു, ലീഡർ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചേച്ചീനെ കാണുന്നത് കുറച്ചും കൂടി ഒരു ക്രിയേറ്റർ ആയിട്ടാണ്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ആസ് സച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടർ തന്നെ ആ വീഡിയോസിൽ ഫീച്ചർ ചെയ്ത് ആ വീഡിയോസിൽ പാർട്ടാവുക, ബാക്കിയുള്ളവർക്ക് നല്ല മടിയുള്ളൊരു കാര്യം. എല്ലാവർക്കും റീച്ച് വേണം. ഈ ഒരു കാര്യത്തിനോട് ആർക്കും ഒരു താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൊറോണ സമയത്ത് ഇത് തുടങ്ങി. എൻ്റെ ഹസ്ബൻഡായിരുന്നു എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടക്ക കാലഘട്ടമാണ്, സ്ട്രഗ്ലിംഗ് പീരീഡാണ്. ആ സമയത്ത് എനിക്കൊരു മോഡലിനെ ഹയർ ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു തോട്ട്, കാരണം എല്ലാ ബൊട്ടിക്സും മോഡൽസിനെ വെച്ച് ഷൂട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഒരു മോഡലിന് കൊടുക്കാനുള്ള ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും തള്ളെന്ന് കണ്ടോന്ന്, പക്ഷെ തള്ളലല്ല, സത്യം അതാണ്.
ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല കാശ്. അപ്പോൾ പിന്നെയല്ലേ മോഡലിന് കൊടുക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കുന്നൊരു ഡ്രസ്സ് എന്നെക്കാൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്കതൊരു മോഡലിന് വേണ്ട ഒരു ഫീച്ചേഴ്സും എനിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മോഡലിന് വേണ്ട ഫീച്ചേഴ്സ് പറഞ്ഞാൽ ആദ്യം പറയുമ്പോൾ ഹൈറ്റാണ്. ഞാൻ ഹൈറ്റ് കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഷേപ്പുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന അല്ലെങ്കിൽ മുന്നേ ചെയ്ത് പരിചയമുള്ള ആളോ ഒരു തമാശയ്ക്ക് പോലും ഒരു ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല. സെൽഫി എടുക്കുകയാണെങ്കിൽ വലിയ സൈഡായിട്ട് നല്ലത് അങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ മാത്രം എടുക്കുന്ന ഒരാൾ, അത് പെട്ടെന്നൊരു ഇതിലേക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കി അന്ന് ആ പരിമിതിക്കുള്ളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ അത് വർക്കൗട്ടായി. ലൈക്ക് ഇപ്പം എല്ലാവരും ആ ഒരു ട്രെൻഡിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം എല്ലാവർക്കും ഫൗണ്ടേഴ്സിന് വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ റെഫറൻസ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് മൂൺ ഗോഡസ് പോലെ ആവണം എന്നാണ്. അപ്പം ആ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസും കോൺസും, അതായത് അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒന്ന് പറഞ്ഞുതരും. അതായത് ഇപ്പോൾ ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മളൊന്നും നോക്കില്ല, നാളെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെയെങ്കിലും കയറിപ്പോരണം, നമുക്കങ്ങനെ ഇതാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളതൊന്നും അപ്പം ചിന്തിക്കില്ല, അല്ലെങ്കിൽ അപ്പോഴേ നമ്മൾ പ്രിക്വേഷൻസ് എടുക്കുമായിരുന്നു. അതെനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി ഇല്ലാതാവുക എന്നുള്ളതാണ്. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ചിക്കനൊക്കെ തിന്നുവാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്ന് ചിക്കൻ എടുത്തൊന്ന് അതിൻ്റെ ലെഗ് പീസ് ഒന്ന് കടിക്കണമെങ്കിൽ അപ്പുറത്ത് നോക്കും, ദൈവം ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്, ഇനി വല്ല വീഡിയോസൊക്കെ ഇനി വരും, മൂൺ ഗോഡസിൻ്റെ ഓണർ ചിക്കൻ തിന്നുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ മോനെ കൊണ്ട് പോകുമ്പോഴാണെങ്കിൽ കൂടെയും അതായത് നമ്മുടെ ആ ഒരു പ്രൈവസി ഇല്ലാതായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഓൺലൈൻ സ്കാംസ് ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല, അയ്യോ ഇത് ഞാനല്ല ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങളിപ്പോഴും ഞാൻ ഫ്രോഡാണ്, സ്പാമാന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും നമുക്ക് പോയി തിരുത്താൻ പറ്റില്ല. അത് ഏറ്റവും വലിയ നെഗറ്റീവ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതുപോലെ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ തുടങ്ങി നമ്മുടെ പിക്സ്, എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എൻ്റെ ഫോട്ടോസ് അല്ലേ, അപ്പോൾ അതൊക്കെ എടുത്ത് മിസ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പലപ്പോഴും, പല കാര്യങ്ങളിലും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ ഫേസ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഞാൻ തന്നെ വേണം എന്നുള്ളൊരവസ്ഥയിലോട്ട് മാറി. ആ സമയത്ത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എൻ്റെ ടൈമിങ്ങോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം, എൻ്റെ പേഴ്സണൽ ടൈം, ഇതൊന്നും എനിക്ക് ഇല്ലാതായി മാറി. ഓക്കെ, ഇപ്പോൾ ചേച്ചി ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമായിരിക്കും, ചേച്ചിയുടെ ഒരു ഡേ എപ്പോൾ തുടങ്ങും, ഡേ എപ്പോൾ അവസാനിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ആരും ഫോളോ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ, ഞാൻ ഫുഡാണെങ്കിലും സ്ലീപ്പാണെങ്കിലും വളരെ കുറച്ച് ഇതാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതാരും ഫോളോ ചെയ്യരുത് എന്ന് അങ്ങ് ഞാൻ പറയാം. അതായത് ഞാൻ രാവിലെ ഒരു 8:30 എഴുന്നേൽക്കും. അതായത് ഞാൻ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10 മുതൽ 10:30 വരെയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആ രാവിലെ ഞാൻ ആദ്യം എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒരു കോഫിയും കുടിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുക. വെബ്സൈറ്റിൽ ആ പ്രോഡക്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ അവർക്ക് അത് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ ഏകദേശം അവരൊരു ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 9:45 സമയവും. അപ്പോഴേക്കും നമ്മുടെ എഡിറ്റർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടാവും നമുക്ക്. അതായത് ആ പ്രോഡക്റ്റിൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതപ്പോൾ ചെക്ക് ചെയ്ത് അപ്പോൾ അവർക്ക് തിരിച്ചയച്ചു കൊടുത്ത് ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ രാവിലെ ഞാൻ 8:30 എണീറ്റ് ദെൻ 10:30 ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലോട്ട് പോകും. ഓഫീസിലോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കസേരയിൽ കയറിയിരിക്കുന്ന ഒരാളല്ല. മിക്കവാറും ഞാൻ ഇരിക്കുക ഡൈ ഏരിയയിൽ, അതായത് പുതിയ കളേഴ്സ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഏരിയയിൽ ഞാൻ ഇരിക്കുക. അതുപോലെ ഹാൻഡ് വർക്കേഴ്സിൻ്റെ അടുത്ത്, അതായത് എൻ്റെ സാമ്പിൾ മേക്കിംഗ് ആണ് നമുക്ക് നാട്ടിൽ. നമ്മുടെ ഫാക്ടറി വരുന്നത് സൂററ്റും വെസ്റ്റ് ബംഗാളും ആണ്. എൻ്റെ ഓഫീസ് വരുന്നത് കൊച്ചിനിലാണ്, കേരള. അപ്പോൾ അവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാമ്പിൾസും ബ്രൈഡൽസും എക്സ്പ്രസ് ഡെലിവറിയും ഒക്കെ പോകുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് 150 സ്റ്റാഫുണ്ട് അവിടെ എറണാകുളത്ത്. സോ അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും എൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 മണി 1:30 ആകുമ്പോൾ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരിക്കും അന്നന്ന് എടുക്കുന്ന ഡ്രസ്സാണ് അന്നന്ന് ഇടുന്നതെന്ന്. അല്ല കേട്ടോ. അപ്പോൾ ഒരുമിച്ചൊരു 50 ഡ്രസ്സൊക്കെ ഞാൻ ഇടും ഒരു ദിവസം ഷൂട്ടിന്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ലൈറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ലേറ്റായിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യും.
നമ്മൾ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് ഹീൽസുള്ള, കാരണം പോസ്റ്റർ കറക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പോയിൻറ്റഡ് ഹീൽസുള്ള ചപ്പൽസ് ഇടും. അങ്ങോട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. പോവാ വരിക, ഡ്രസ്സ് മാറുക ഇടുക, ഡ്രസ്സ് മാറുക ഇടുക, ഡ്രസ്സ് മാറുക. ചിലപ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 50-60 ടേക്ക് വരെ എടുക്കും ഒരൊറ്റ ഇത്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഭയങ്കര ടയേർഡാവും. അന്നത്തെ ദിവസം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണടഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. അതായത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും തിളക്കം വേണം. അപ്പോൾ ഞാൻ വെള്ളം മാത്രം കുടിക്കും. ചിലപ്പോൾ എന്നിട്ട് ആ ഷൂട്ട് കഴിയുന്നത് ചിലപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ, അതായത് നാച്ചുറൽ ലൈറ്റ് പോയി കഴിയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഷൂട്ട് കംപ്ലീറ്റ് ആയി. പിന്നെയും ഞാൻ തിരിച്ച് ഡൈ പിന്നെ ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഹാൻഡ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോകും. അത് കഴിയുമ്പോൾ 10 മണിയാകുമ്പോൾ എൻ്റെ സ്റ്റാഫൊക്കെ എണീക്കും. ദെൻ അവിടെ നിന്ന് പിന്നെയും ഞാൻ എൻ്റെ ഓഫീസിലോട്ട് പോകും. 1 മണി 2 മണി വരെ, അതായത് നെക്സ്റ്റ് ഡേയിലേക്ക് ഇവർക്ക് ചെയ്യേണ്ട പാറ്റേൺ വരച്ച് ഒരു പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്, രാവിലെ കോഫി കുടിച്ചു ഇടയിൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. അതുപോലെ തന്നെ കോക്കനട്ട് വാട്ടർ ഇല്ലേ, അത് കഴിക്കും. ഇടയിൽ വേറെ ഫുഡ് കഴിക്കില്ല. രാത്രി ചിലപ്പോൾ ഞാൻ 2:30 ചെന്നിട്ടാണ് ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കില്ല. വറുത്ത സാധനങ്ങൾ കഴിക്കില്ല, ചോക്ലേറ്റ് കഴിക്കില്ല, മധുരം കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നോൺ കഴിക്കില്ല. അപ്പം ചോറും വല്ല മുതിര ഉപ്പേരിയോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഒരു 2:30-3 മണിയാകുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും. ഓക്കെ. ഇപ്പോൾ ഞാൻ ചേച്ചീനെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 24/7 എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 27 എന്ന് പറയാം, 4 മണിക്കൂറൊക്കെ ആയിരിക്കും ചേച്ചി ആവറേജിൽ ഉറങ്ങുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇത് വേറെ ആൾക്കാർ ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ഹാർഡ് വർക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഓരോന്ന് ചേച്ചി ചെയ്യുന്നത് തന്നെയായിരിക്കില്ല ഈ ഒരു സക്സസിൻ്റെ പിന്നിലുള്ള മെയിൻ റീസൺ? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 100% പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും മാത്രമാണ് നമുക്കൊരു 50% നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മേഖലയിലും എൻ്റെ കണ്ണെത്തണം എന്നുള്ളതും എല്ലാവരും പറയും. ബിസിനസ്സുകാർ അങ്ങനെ എല്ലാ മേഖലയിലും കണ്ണെത്തേണ്ട ഓരോരുത്തരെ ഏൽപ്പിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞിനെ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു പിടുത്തം വെച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നമ്മളെല്ലാത്തിലും പോയി ഇടപെട്ടില്ലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അതെപ്പോഴും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, കാരണം ഞാനൊന്നും എവിടെ എത്തിയില്ല, എൻ്റെ സ്വപ്നങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തണ വരെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ശരി. ഇപ്പം ചേച്ചി പറഞ്ഞു ലൈക്ക് എല്ലായിടത്തും കണ്ണെത്തണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 4-5 കൊല്ലം മുമ്പ് ചേച്ചീനെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഓരോ മൈന്യൂട്ട് കാര്യത്തിൽ ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും ലൈക്ക് അത് ആ വീഡിയോയിലേക്ക് മാത്രമായിട്ട് കാണിക്കുന്നതാണ് ഹാൻഡ് വർക്കേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോൾ വന്നാലും ചേച്ചി ഉള്ളത് അത്തരം ആൾക്കാരുടെ കൂടെ തന്നെയാണ്. ഇപ്പം പറഞ്ഞു വേറെ ഫൗണ്ടേഴ്സ് ആരും അത് ഫോളോ ചെയ്യണമില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഇവരെയൊക്കെ ഒരു ടീമായിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ഇവരായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവരെല്ലാവരെയും ചേച്ചി കൊണ്ടു നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ലീഡർ എന്നുള്ള പോലെയാണ്. അത് ബാക്കിയുള്ളവർക്ക് അത്രയും എനിക്ക് തോന്നിയിട്ടില്ല. ആരും അത്രയും ഡൗൺ ടു എർത്ത് ഒന്നും അതിനെ പറയാൻ പറ്റില്ല. അത്രയും കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് അവരോട് കാണിക്കാറില്ല. അപ്പോൾ എത്രത്തോളം മൂൺ ഗോഡസിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ സ്റ്റാഫ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ മൂൺ ഗോഡസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാഫുകൾ, അതായത് കൊറോണ സമയത്ത് ഞാൻ കയറി വരുന്ന ആ സ്റ്റാഫുകൾ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളർന്നാൽ ഒപ്പം അവരെയും വളർത്തണം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫാക്ടറി വരുന്നതെല്ലാം നോർത്ത് സൈഡിലാണ്. അപ്പം ഞാൻ ഇവരുടെയൊക്കെ വീടുകളിൽ പോയിട്ടുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെ ജീവിത നിലവാരം എല്ലാം എനിക്കറിയാം. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നാളെ അവർക്ക് ജോലിയുള്ളൂ. കാരണം ഞാനൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. കാരണം എനിക്ക് എൻ്റെ കൂടെയുള്ളവരെ എനിക്ക് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്വപ്നത്തിലോട്ട് ഞാൻ എത്തിയിട്ടില്ല, എൻ്റെ ആഗ്രഹത്തിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ആ എത്തുന്ന കാര്യത്തിൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദി എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ നോർത്ത് സൈഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? ലൈക്ക് നാളെ ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് എവിടെ നിന്ന് അവർക്ക് തുടങ്ങാൻ പറ്റും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അതായത് ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അങ്കമാലിയിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ഒരു സ്റ്റാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്, ഒറ്റ ഒരാൾ. അതായത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അയാൾ തന്നെ. പക്ഷെ അത് ഇപ്പോഴും പല ബൊട്ടിക്സുകാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ലോസാണ്. കാരണം കട്ടിങ്ങിന് മാത്രമായിട്ട് അതിന് മാത്രമായിട്ട് ടൈം കൊടുത്ത് അയാൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ട് ഒരാൾ. പക്ഷെ ഞാൻ ഫസ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് അതാണ്. എനിക്ക് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും കൂടെ ഒറ്റ ഒരാൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത്രയും സാലറി കുറവ് കൊടുത്താൽ മതിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് പ്രൊഡക്ഷൻ ഇല്ല അന്ന്.
പ്രൊഡക്ഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇത്രയും ടൈമിൽ ഇത്രയും വേണം, എനിക്ക് എത്ര ലോസ് ഉണ്ടെന്നൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം എന്താ പറയുക, അങ്ങനെ പിന്നെയാണ് ഞാൻ ഓരോരുത്തരെ കയറ്റി കൊണ്ട്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ സാലറി കൊടുത്ത് അവർ കറക്റ്റ് നന്നായിട്ടാണ് നോക്കണമെങ്കിൽ അവർ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ വിളിച്ചുകൊണ്ട് വരും നമ്മുടെ അടുത്തേക്ക്. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാഫിനെ കിട്ടിയിട്ടുള്ളത്. കാരണം എൻ്റെ ഒരുവിധം നോക്കുവാണെങ്കിൽ അവരുടെ ബന്ധുക്കളും മാമ, ജീജ, ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അപ്പോൾ അതായത് അളിയൻ, അങ്കിള് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ റിലേറ്റീവ്, അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ, അതായത് നമുക്കിങ്ങനെ എനിക്ക് ഓരോ സെക്ഷനുണ്ട്. യു പിക്കാർ മാത്രമായിട്ടൊരു സെക്ഷൻ, ബിഹാറീസ് മാത്രമായിട്ടൊരു സെക്ഷൻ, അതുപോലെ ബംഗാളീസ് മാത്രമായിട്ടൊരു സെക്ഷൻ. കാരണം നമ്മളെല്ലാവരും ഹിന്ദിക്കാരെ പറയറ്റതാ ബംഗാളീസ് അല്ല, അങ്ങനെയല്ല. ശരിക്കും പ്രോപ്പർ ഹിന്ദി പറയുന്നവർ യു പിയാണ്, ഉത്തർപ്രദേശാണ്. പിന്നെ ബിഹാറീസ് ഉണ്ട്. അതായത് ഇവർ ഓരോ മേഖലയിലും മികച്ചവരാണ്. അതായത് കുറച്ചും കൂടെ യു പി എന്ന് പറയുന്ന കുറച്ചും കൂടെ അവർ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഓഫീസ് വർക്കൊക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മേൽനോട്ടം വഹിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബെറ്ററാണ്. ബിഹാറീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡൈ, ബ്ലോക്ക് പ്രിൻറ്റ്, അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ. ബംഗാളീസാണ് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും വരുന്നത്. ബിഹാറീസിലും സ്റ്റിച്ചിങ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കട്ടിങ് വരുന്നത് ബംഗാളീസ് തന്നെയാണ്, ബിഹാറീസിലും വരുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, സെപ്പറേറ്റ് സെക്ഷനും നീ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവരങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ എപ്പോഴും പരിപാടികൾ നടത്തും. ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ ഭയങ്കര ചിലവ് എടുത്തിട്ടൊക്കെ നടത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് എന്താ പറയുക, 5 സ്റ്റാർ ഹോട്ടലിൽ അവർക്ക് കയറി ഇതാണ് 5 സ്റ്റാർ ഹോട്ടൽ, ഇവിടെയാണ് ഇങ്ങനത്തെ ഫുഡ് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ, ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാനൊരു അവസരം കൊടുക്കും. പിന്നെ ബാക്കി കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നടത്തി ഞാനെന്ന് വെച്ചാൽ എൻ്റെ മുന്നേ നിന്നിരുന്നവർക്ക് സാലറിയിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്ത് പ്രശ്നത്തിനും ഞാൻ കൂടെ നിൽക്കും. ഇപ്പോൾ അവർക്കൊരു പറയണം, എനിക്ക് വയ്യ, എനിക്കിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാറില്ല ഇവിടെ എനിക്ക് ഇത്രയും വർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയാറില്ല. കാരണം അവർ അത്രയും വർക്ക് ചെയ്യുന്നവർ, അത്രയും വർക്ക് പ്രഷർ ഉണ്ട് അവർക്കൊരു സ്പേസ് അവരുടേതായിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കാര്യമില്ല, നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അവർ എന്താ പറയുക, ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തീർക്കണ സാധനം ചിലപ്പോൾ 6-7 മണിക്കൂർ എടുക്കും. അപ്പോൾ ലോസ് ആർക്കാ? നമുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ കല്യാണങ്ങളും അതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അവർക്ക് എന്ത് വന്നാലും ഞാൻ അവരുടെ കൂടെയുണ്ട്, അവരുടെ മേഡം അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മാക്സിമം നമുക്ക് തരും. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയല്ല ചെയ്യുക, നമ്മൾ വളരുന്നതിന് കൂടെ അവരെ വളർത്തണം. എനിക്ക് എവറി 6 മന്ത് സാലറി ഹൈക്ക് ഉണ്ട്. സാലറി ഹൈക്ക് എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുന്നതല്ല, അവരുടെ ടാസ്കും കൂടും, എന്താ പറയുക, അങ്ങനെ. പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശാസിക്കും ഞാൻ. ലൈക്ക് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ എൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചേച്ചി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എടുക്കാറുണ്ട്. ലൈക്ക് ചീത്ത പറയുന്ന കാര്യത്തിലും ഒരു മടി കാണിക്കാറില്ല. ഇപ്പോൾ സ്റ്റാഫിനോടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പറയാറുണ്ട്, എല്ലാവരും പക്ഷേ ആ റെസ്പെക്റ്റ് തിരിച്ചും കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ സ്റ്റക്ക് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ടീമിനെ സെറ്റാക്കുന്ന കാര്യത്തിലാണ്. അപ്പോൾ ആ ഒരു ടീമിലേക്ക് എത്താല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ ഡിസൈനിങ് മാത്രം അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഓണ്ടർപ്രണർഷിപ്പ് ആയിരിക്കില്ല അവരുടെ ഒരു വേ. അതെങ്ങനെ അവർക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതാണോ എൻ്റെ വഴി, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു സ്ഥലത്ത് നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ മൂൺ ഗോഡസിൽ വന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നതാണോ നല്ലത്, ഇതെങ്ങനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസൈനറാണ്, എനിക്ക് ഡിസൈൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ഡിസൈനർ ആയിട്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല, ചിന്താഗതിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാം, ഇപ്പോൾ നമ്മളൊന്ന് വീണു, അയ്യോ ആരും കണ്ടില്ല, പൊടി തട്ടി എണീറ്റ് പോവാം ഒന്ന് ചിന്തിക്കും. വീണു, അയ്യോ എനിക്ക് വീണോടെ കിടക്കണ്ടല്ല, എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, സ്വന്തം ആരെയും നോക്കാണ്ട് എണീറ്റ് പോവാം. വീണു, അവിടെ തന്നെ കിടക്കാം, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നൊന്ന് കൈപിടിക്കൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ എനിക്ക് നല്ല കഴിവുണ്ട്, അപ്പം എന്നെ വേറെ ആൾക്കാർ കൊണ്ടുപോയിക്കൊള്ളണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ബിസിനസ്സിൽ, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും പറയും 0 സ്റ്റാർട്ട് ചെയ്തു എന്ന്. ഒരിക്കലും 1 രൂപയില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റിയിട്ടുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തിനും ഏതിനും
ഇപ്പം നമ്മുടെ ടൈം നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ. മനസ്സിലായി. പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മേഖലയിലാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു റൂം എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണ്ടേ, അത് ചെറുതായിട്ടെങ്കിലും ഒരു ഇൻറ്റീരിയർ ചെയ്യണ്ടേ, അതിന് പൈസ വേണ്ടേ, സ്റ്റോക്ക് ഇറക്കണ്ടേ, പൈസ വേണ്ടേ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, ഒരു റീസെല്ലിങ് വീട്ടിലിരുന്നിട്ട് വേറെ ഇതൊന്നും ഇല്ലാണ്ട് വേണ്ട, കട എടുക്കണ്ട, ഒന്നും എടുക്കാണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ. ഇനി അല്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക്. ആളുകൾ എന്താ പറയുക, കടക്കാർ ഇവർക്ക് എന്താ ഫോട്ടോസ് ഇട്ട് കൊടുക്കും, ഫോട്ടോസ് ഇട്ട് കൊടുക്കും, അത് കൊടുത്തേക്ക്. പക്ഷെ അത് റിസ്ക് അല്ലേ. ആ ഒരു കടക്കാരെ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞു. ആ കടക്കാരെ എന്ന് നിർത്തുന്നു? ഗ്രോത്ത് ഇല്ലല്ലോ. അതിന് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ജോലി. അതൊരു ബ്രാൻഡ് നെയിം അവർക്ക് ഇല്ല. അതായത് ജോലിയാണത്. ഇപ്പോൾ റീസെല്ലിങ് വിചാരിക്കും എല്ലാവരും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണമെന്ന്. അല്ല, അതൊരു ജോലിയാണ്. അതായത് സെയിൽസ് ഗേൾസിൻ്റെ ജോലി. അത് ഓൺലൈനിൽ കൂടെ അതായത് അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കടയിൽ പോയിട്ട് ഒരാളുടെ സാധനം നമ്മളെടുത്ത് കസ്റ്റമറിന് കാണിച്ചു കൊടുത്ത് വിൽക്കുന്ന സെയിൽസ് ഗേൾസിൻ്റെ സെയിം ജോലി തന്നെയാണ് ഇപ്പോൾ ഓൺലൈനിലെ റീസെല്ലേഴ്സ് ചെയ്യുന്നത്. അതിനൊരിക്കലും ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, അത് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അതിനെ ഒരു ഗെയിം സ്പിരിറ്റോടുകൂടി കണ്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ സോംബിയുടെ ഒക്കെ ഗെയിം കളിക്കും. ആദ്യം നമ്മൾ കാറിൽ ഒരു കയറി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സോംബി വന്നു, അതിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുനിന്ന് അടുത്തത് വന്നു, അതിനെയും കൊന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തുനിന്ന് ചിലപ്പോൾ 2 എണ്ണം 3 എണ്ണം. അതായത് സെയിം ആണ് ബിസിനസ്. ആദ്യം സ്ട്രഗിൾ വന്നു, നമ്മളതിനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ അതിലും വലുത് അപ്പുറത്ത് വരുന്നത്, അതിന് സോൾവ് ചെയ്ത് പോകുമ്പോൾ അതിലും വലുത് അപ്പുറത്ത് വരുന്നത്. തോന്നാറുണ്ടോ ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ പ്രശ്നങ്ങൾ തീരും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. പ്രശ്നങ്ങൾ തീർന്ന അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നത്. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എൻ്റെ മൂഡിനനുസരിച്ചിട്ട് എടുക്കാറുണ്ട് ഞാൻ. അതായത് ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ, സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ടൈമിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു അയ്യോ ഞാനത് ആ ടൈമിൽ ചെയ്യണ്ടായിരുന്നു, അത് കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പല സിറ്റുവേഷൻസും തോന്നിയിട്ടുണ്ട്. അപ്പം അതായത് നമ്മൾ ഭയങ്കര സങ്കടം വന്നിരിക്കുന്ന സമയത്ത്, ഇപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ സങ്കടം വന്നിരിക്കുന്ന സമയത്ത്, ദേഷ്യം വന്നിരിക്കുന്ന സമയത്തൊന്നും ഒരു തീരുമാനവും എടുക്കരുത്. കാരണം അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഭയങ്കര എടുത്തുചാട്ടമായിരുന്നു. ഭയങ്കര എടുത്തുചാട്ടം എന്ന് വെച്ചാൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ അതിന് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ മാറി, എല്ലാം മാറിയെന്നല്ല, കുറേ മാറി ഞാൻ. അതായത് ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് ഇനി അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതെൻ്റെ ദേഹത്ത് തട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഞാൻ അതെനിക്ക് തോന്നുന്നു മെച്യൂരിറ്റി. ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹാർഡ്ഷിപ്പിൽ നിന്ന് വന്നേക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ലേണിങ്സ് ആയിരിക്കും, എന്തായിരിക്കും അതിൻ്റെ ഒരു ഡെഫിനിഷൻ? അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി വേ ഒന്നുമല്ല ഇങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ വന്ന് നമുക്കൊരു സമയത്ത് നമ്മൾ എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ ജോലി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു സമയത്ത് എന്തായാലും നമ്മൾ ചിന്തിച്ചു തുടങ്ങും, നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ, ജോലിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം വരുന്ന കാര്യങ്ങൾക്കോ? അങ്ങനെ ചിന്തിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെ ഇതാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ജോലിക്കും നമ്മുടെ കാര്യങ്ങൾക്കും അല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന്. കാരണം ആദ്യമൊന്നും എനിക്ക് ടൈമിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഓരോ സെക്കൻഡിൻ്റെയും വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഴുതി വെച്ച പോലെയാണ് നമ്മൾ പോണത്. അതിലൊരു കാര്യം മാറിക്കഴിഞ്ഞാൽ എൻ്റെ സമയം പിന്നെ എൻ്റെ ഉറങ്ങുന്ന സമയമാണ്. ആ ഒരു 4 മണിക്കൂറിൽ നിന്ന് പിന്നെ ഒരു ചിലപ്പോൾ അതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അത് കാരണം എൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ ഇതാണ്. കാരണം ഒരു സമയത്ത് പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. ടൈം എന്ന് പറയുന്നത് പൈസ കൊടുത്താലും എത്ര രൂപ കോടി കൊടുക്കാന്ന് പറഞ്ഞാലും കിട്ടില്ലാത്തൊരു സാധനം. അതിന് നമുക്ക് അതിൻ്റെ വാല്യൂ ഉണ്ടെന്നുള്ളത്. ടൈമിന്റെ കേസ് പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു നെഗറ്റീവും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിലേനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ടൈമിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളുടെ പോലെ തന്നെ ഡിലേ ഉള്ള അല്ലെങ്കിൽ അത്രയും ടൈം എടുക്കുന്ന പല ബ്രാൻഡുകളും ഇന്ന് കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്തൊരു നെഗറ്റീവ് ഇവിടെയുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ ഈ പ്രൈസ് ഇത്രയും കട്ട് ഡൗൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ ഈ ടൈം ആയിരിക്കും. അപ്പോൾ അത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ആ ടൈം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമർ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഡൈ, അതിന് വേണ്ടി ആ ഒരു ടൈം, കളേഴ്സ്, അതിൻ്റെ വാല്യൂ, ദെൻ നമ്മൾ
ഏരിയയുടെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ചിന്തിച്ചു എനിക്ക് പക്ഷേ അപ്പം എൻ്റെ ആവശ്യമില്ല ആളുകൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ബൊട്ടിക്സ് ഉണ്ട്, അതിന് എന്തിനാ മുൻകോടസ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഇതിൻ്റെ റേറ്റ് കുറയ്ക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ 10 എണ്ണം ചെയ്ത് നോക്കിയപ്പോൾ 10 എണ്ണം ചെയ്ത് നോക്കിയാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ 10 15 അങ്ങനെ പീസ്. ദെൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിലും എനിക്ക് വലിയ പ്രൈസ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ 10 എന്നുള്ളത് ഞാൻ 50ഉം 100ഉം 200ഉം 300ഉം ചെയ്തു നോക്കി. അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനത്തിനേക്കാൾ, അതായത് എക്സ്പെൻസ് എന്തായാലും മീറ്റ് ചെയ്യണല്ലോടാ നമ്മുടെ. എന്തായാലും എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, നമുക്കൊരു സാധനം കൊടുക്കാൻ പറ്റില്ല. ബിസിനസ്സാണ് ചെയ്യണത്, എക്സ്പെൻസും മീറ്റ് ചെയ്യണം, നമുക്കിത് നാളത്തേക്ക് റൺ ചെയ്യാനുള്ള പ്രോഫിറ്റും നമുക്ക് ഡെഫിനറ്റ്ലി വേണം. ഇതൊക്കെ കഴിച്ചിട്ടും നമുക്ക് കസ്റ്റമറിന് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ആ റേറ്റ് നോക്കി സ്ലോലി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂട്ടി, ക്വാണ്ടിറ്റി കൂട്ടി. ഇപ്പം നമ്മൾ 10,000 ഒക്കെ അടുത്ത് വരെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താക്കി, അപ്പോഴും എൻ്റെ പ്രശ്നം തീരണില്ല, ക്ലോത്ത് കിട്ടാനില്ല. നമുക്ക് എണ്ണം കൂട്ടുമ്പോൾ ആ സാധനം ചെയ്യണമെങ്കിൽ ക്ലോത്ത് വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ക്ലോത്ത് ഓൺ മേക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ എല്ലാവരും എന്നോട് തമാശയ്ക്ക് ചോദിക്കും, നിങ്ങളെന്താ നൂറ്റാണോ ഈ ഡ്രസ്സ് ഉണ്ടാക്കണേന്ന്. സത്യം പറഞ്ഞാണ്. അല്ല, എല്ലാവരും ഈ പറയാനുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ പോലെ ഇവരെന്താണ് ഇത്ര സമയം എടുക്കണം, മറ്റേ ഉണ്ടാക്കാൻ പോയേക്കാണോന്ന്. അത് ഉണ്ടാക്കാൻ പോവുക തന്നെയാണ്. അത് നമ്മുടെ ആളുകൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഒരു പ്രോഡക്റ്റ് ഇന്ന് ആ പ്രോഡക്റ്റ് ഇട്ടാൽ ഇന്ന് അതിൻ്റെ ക്ലോത്ത് മേക്കിംഗ് സ്റ്റാർട്ടാവും. അപ്പോൾ ഒരു ഇത്ര ക്വാണ്ടിറ്റി വരെ നമ്മൾ ആ പ്രോഡക്റ്റ് സെല്ലിനിടും. ആ പ്രോഡക്റ്റ് എന്ന് നമുക്ക് ആ ക്വാണ്ടിറ്റി മീറ്റ് ചെയ്യുന്നു അന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോഴേക്കും നമ്മുടെ ക്ലോത്തിൻ്റെ മേക്കിംഗ് ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ട് മാർക്കറ്റ്, ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ നിന്ന് കിട്ടുന്ന കുർത്തീസ് പോലെയല്ല നമ്മുടെ കുർത്തീസിലെ വർക്ക് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ബൊട്ടീക്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ സെയിം ആസ്. അപ്പോൾ ആ സാധനത്തിൻ്റെ ഹാൻഡ് വർക്കിനൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ചിലതിനൊക്കെ 20 മണിക്കൂർ ഹാൻഡ് വർക്ക് ഒരു പീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര എണ്ണം ചെയ്യുമ്പോൾ എടുക്കുന്ന ടൈം. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് വർക്കേഴ്സിനെ കൂട്ടിക്കൂടെയെന്ന്. ഇപ്പം ഒരു ദിവസം നമുക്ക് 100 കോള് വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും 100 കോളിംഗ് സ്റ്റാഫിനെ വെക്കില്ലല്ലോ, അല്ലേ? അതിനെ ഇപ്പം നമുക്ക് മുൻകോടസിന് മൊത്തത്തിൽ നമുക്ക് 650 സ്റ്റാഫുണ്ട്. അത് കൂട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടും. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് 300 ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഹാൻഡ് വർക്കും ക്ലോത്ത് വന്നു, അതായത് ക്ലോത്ത് സൂററ്റിൽ നിന്ന് മേക്കിംഗ് കഴിഞ്ഞ് സൂററ്റിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോയി. ഒരാഴ്ച സമയമെടുക്കും അത് കിട്ടാനായിട്ട്. ദെൻ അവിടെ എത്തി കഴിഞ്ഞ് പാറ്റേണും എല്ലാം ക്ലോത്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഹാൻഡ് വർക്കിന് പോയി. ഹാൻഡ് വർക്കിന് കഴിഞ്ഞ് വന്ന് എന്താ പറയുക, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഹെമ്മിങ്ങിന് പോകും. ഹെമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുന്നലാണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി, കുറച്ചും കൂടെ ഒരു 5 ദിവസമെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പം ഞാനും മാർക്കറ്റിലെ കുർത്തിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതും കഴിഞ്ഞ് എന്താ പറയുക, അതും കഴിഞ്ഞു, അവിടെ അത്രയും കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമുക്കൊരു 1.5-2 മാസം എടുക്കും. ആ സാധനം പിന്നെ കേരളത്തിലോട്ട് എത്തുവരുവാണ്. അപ്പോൾ ക്യൂസിങ് കഴിഞ്ഞിട്ടില്ല, അയണിങ് കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിലോട്ട് വരും. 15 ദിവസം എടുക്കും നമുക്ക് ബൈ റോഡ് ഇവിടെ കിട്ടാനായിട്ട്. ഹൗറയിൽ നിന്ന് ഇവിടെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബണ്ടിൽ പൊട്ടിച്ച് ക്യൂസ് ചെയ്യാം, എല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അയണിങ്ങിന് പോവും. അയണിങ്ങിന് പോകുമ്പോഴും ഒരു ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് പാക്കിങ്ങിന് പോവും. അത് പാക്കിങ്ങിനും പോയി എന്താ പറയുക, ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ അവിടേക്ക് അതങ്ങ് പോകും. അപ്പോഴേക്കും എങ്ങനെയായാലും ഒരു സമയമായിട്ടുണ്ടാവും. മനസ്സിലായി. ദെൻ അടുത്തത് അപ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ മറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു, കൊൽക്കട്ടയിൽ നിന്ന് ഇത് വരുവാണ്, കേരളത്തിലോട്ട് വരുവാണ്. എൻ്റെ നല്ല സമയമാണെങ്കിൽ, അനുഭവം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ നല്ല സമയമാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ മീൻ കൊട്ടകൾ കയറും. മീൻ കൊട്ടയിലാക്കിയിട്ട് ഇവർ നമ്മുടെ ബണ്ടിൽസിൻ്റെ മണ്ടയിലായിരിക്കും ചിലപ്പോൾ എടുത്ത് വെക്കുന്നുണ്ടാവുക. വെള്ളം ഇറങ്ങും ഉള്ളിലോട്ട്. ഈ മീനിൻ്റെ ലൈസിട്ട വെള്ളമില്ലേ, അത് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലോട്ട്, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ഉണ്ടെങ്കിലും ഉള്ളിലോട്ട് ഇറങ്ങും. മീനിൻ്റെ സ്മെല്ലായിരിക്കും ചിലപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ. നമുക്കത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ ചിലപ്പോൾ 30-40 ബണ്ടിൽസ് ആയിരിക്കും. അങ്ങനെ തന്നെ സൈഡിലോട്ട് തട്ടി പിന്നെ ആ ക്ലോത്തിൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ആ ലോസ് നമ്മളത്
ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറിന് മെയിൽ അയക്കും, കുറച്ച് ഇഷ്യൂസ് കാരണം പ്രൊഡക്റ്റ് കുറച്ച് ഡിലേ ഉണ്ടാവും, എന്താ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഇത് തന്നെ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞ് മെയിൽ പോകും കസ്റ്റമറിന്. അങ്ങനെ പോകും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, എനിക്ക് വില കുറവിനൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ഈ സാധനം ഞാൻ പറയുന്ന സമയത്ത് വേണം, അങ്ങനെയുള്ള ഓപ്ഷൻസും നമ്മുടെ അവിടെ ഉണ്ട്. പക്ഷെ ആളുകൾ ആരും അത് ചൂസ് ചെയ്യില്ല. അത് അവർ അവെയർ ആവാത്ത കാരണം കൊണ്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ഇതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് പ്രഷർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സൈഡിൽ നിന്ന് എനിക്കത് കിട്ടും, രണ്ടും ഉള്ളതുപോലെ തോന്നാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അല്ലായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്ക് 3 ഓപ്ഷനിൽ 3 വിലയാണ്. ഒരു 5-6 മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി ബൊട്ടീക്സിൽ 7000-8000 രൂപ പ്രൈസുള്ള സാധനം എൻ്റെ അടുത്ത് ഈ 5-6 മാസം കൊണ്ട് കിട്ടണതാണെങ്കിൽ ചിലപ്പോൾ അത് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ, ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് 20 വർക്കിംഗ് ഡേയ്സിൽ, അതായത് ഒരു മാസത്തിൽ നമുക്ക് കിട്ടും. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വില ഒരു 3000-4000 വിലയുണ്ട്. ഇനിയിപ്പോൾ അതുമല്ല, എനിക്ക് 1 മാസം കൊണ്ടല്ല, എനിക്ക് 2 ദിവസം കൊണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും. അപ്പോൾ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ വിലയാവില്ല അതിന്. അപ്പോഴും അതൊരു നോർമൽ ബുട്ടിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കുറവ് തന്നെയായിരിക്കും. നോർമൽ ബുട്ടിക്കിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറവായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഈ വീഡിയോസിലും എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഇത്രയും 19 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കുള്ള വേറൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലാത്ത വേറൊരു കൈൻഡ് ഓഫ് ഓഡിയൻസ്, കുറച്ചും കൂടി യൂത്ത് ആയിട്ടുള്ള പിള്ളേർ വരുമ്പോൾ വിചാരിക്കുന്നത് 90 ഡേയ്സ് ഒന്നാണ്. ലൈക്ക് ബാക്കിയുള്ള ബുട്ടിക്സും ഈ പറഞ്ഞ പോലെ 13 to 45 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു ഫാക്റ്റ് ആർക്കും അറിയില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മുടെ കേസിൽ മാത്രം ഇതിങ്ങനെ അതെന്തുകൊണ്ടാണെന്നറിയോ? തുടക്കത്തിൽ ആര് ചെയ്യുന്നു അവർ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അത് മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. സ്വന്തമായിട്ട് ഫാക്ടറി ചെയ്ത് വിൽക്കുന്ന കേരളത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയും ഓൺ പ്രൊഡക്ഷൻ, അത് വെറുതെ പറയാണ്. അതായത് ഇപ്പോൾ ഓരോ പ്രൊഡക്ട്സ് കാണിക്കുമ്പോൾ എല്ലാവരും പറയും അവരവരുടെ പ്രൊഡക്ട്സ് ഇന്ന ഫാക്ടറി. അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ക്ലോത്ത് വാങ്ങിക്കൊണ്ടുവന്ന് കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും. അതിനും പറയുന്നു ഓൺ പ്രൊഡക്ഷൻ. ശരിയാണ്, അത് അവരുടെ സ്വന്തം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ സെയിം സാധനം ഒരു ടൈലറിനും പറയാം, ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ക്ലോത്ത് ടു നമ്മളാ ചെയ്യുന്നത്. ബട്ടൺ വരെ നമ്മളായിരിക്കും സോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം പറയാം. ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലാത്തിനും ബാക്ക് സിബ് വയ്ക്കുമായിരുന്നു. അതായത് കറക്റ്റ് ഷേപ്പ്, നമ്മുടെ അവിടുത്തെ എല്ലാവരും കറക്റ്റ് ഷേപ്പിലിടുക. അപ്പോൾ ഒരുവിധം എല്ലാത്തിനും, ഇപ്പോൾ ഞാൻ ആവശ്യക്കാർക്ക് മാത്രമേ ബാക്ക് സിബ് വയ്ക്കുള്ളൂ, അല്ലാത്തവർക്കില്ല. മുമ്പ് എല്ലാത്തിനും വയ്ക്കുമായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും നേരിട്ട് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ചില ഡൈ ചെയ്യുന്ന കളേഴ്സിൻ്റെ ബൾക്ക് വരുമ്പോൾ ആ കളേഴ്സിൻ്റെ ബാക്ക് സിബ് കിട്ടാണ്ടാവില്ല. എല്ലാ ഹാൻഡ് വർക്കും ക്ലോത്തും എല്ലാ മേക്കിങ്ങും കഴിഞ്ഞിട്ട് സിബ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ ലേറ്റായ പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക്. മനസ്സിലായി. എല്ലാവരും ആദ്യമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആരും ബാക്ക് സിബ് വെച്ച് കൊടുക്കില്ലായിരുന്നു. എളുപ്പപ്പണിയല്ലേ, അത് ഇടാൻ ഭയങ്കര പാടാ, ഷേപ്പൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാ ഇടാനായിട്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ അതിന് ആളുകൾക്ക് ആ ബാക്ക് സിബിൻ്റെ യൂസ് അറിയില്ലായിരുന്നു. അപ്പോൾ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അറിയുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി, എക്സ്ട്രാ എമൗണ്ട് ആണ് അതിന്, ആവശ്യമുള്ളവർ മാത്രം ചൂസ് ചെയ്യുക, അല്ലാത്തവർക്ക് വേണ്ട, കുഴപ്പമില്ലല്ലോ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വന്ന സമയത്ത് ഈ മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ളൊരു ഇമേജും കൂടി ഉണ്ട്. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ജനകീയമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിങ് ആയാലും മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയിലേക്ക്. ഈ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് ചേച്ചി ഐഡൻറ്റിഫൈ ചെയ്തത് ശരിക്കും? അതായത് നമ്മൾ ഇപ്പോൾ എനിക്ക് ഞാനൊരു ബിസിനസ് പ്ലാൻ, അതായത് മുൻഗോഡസ് ഒരു ബിസിനസ് പ്ലാൻ ആക്കി എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായത്. നമ്മുടെ ഒരു ഇതിൽ പ്രീമിയം കസ്റ്റമേഴ്സ്, ആളുകൾ പ്രീമിയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊരു അല്ല, നമ്മുടെ ആളുകൾ ആക്കി വെച്ചിട്ടുണ്ട് പ്രീമിയം കസ്റ്റമേഴ്സ്, മിഡിൽ ക്ലാസ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മിഡിൽ ക്ലാസ് മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മിഡിൽ ക്ലാസ് മതി. കാരണം എന്താണെന്നറിയോ? നല്ല വിലയ്ക്ക്, അതായത് ഒരു തുണി വാങ്ങി തോന്നിയ പോലെ വിലയിട്ട് വിറ്റ് അത് വന്ന് വാങ്ങാൻ ഒരാൾക്ക് പറ്റും. എനിക്ക് ഈസിലി പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ എനിക്ക് തോന്നുന്ന വില ഒരു 10,000 രൂപ ഇട്ടിട്ട് ഇതാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയാൻ എനിക്ക് ഈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെൻസും ഇരട്ടി ചിലവും എല്ലാം അതിനകത്തൊന്ന് പ്രോഫിറ്റ് 200% ഒക്കെ ആഡ് ചെയ്ത് ഇടാൻ എളുപ്പമാണ്. പക്ഷേ ആ ഒരു 10,000 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്, അതൊരു ചലഞ്ചാണ്. അതല്ലേ ഹീറോയിസം, അതല്ലേ ഞാൻ ചെയ്യേണ്ടത്.
ഹീറോസ് എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. സോ അത് ഞാൻ ചൂസ് ചെയ്തു. കാരണം എനിക്ക് അങ്ങനത്തെ റിസ്ക് എടുക്കാനും അങ്ങനെ കാര്യങ്ങൾ, അതായത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അല്ലെങ്കിൽ മാർക്കറ്റിൽ ബാക്കിയുള്ള ആൾക്കാർ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യണു എന്നുള്ളതാണ് ഫീൽ ചെയ്യാറ്. അതായത് നമുക്ക് ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ അതിൽ ചില ആൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഓവർ പ്രൈസിങ് ഇട്ട് വിൽക്കുന്ന ബുട്ടിക്സിനെ മാത്രമേ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഭയങ്കരമായിട്ട് ഈ ഒരു മേഖലയിൽ അടക്കി വാണിരുന്നൊരു സ്ഥലത്ത് ആ സാധനം അതിന് ഒന്നും അല്ലാത്തൊരു വിലയിൽ ഞാൻ വിൽക്കുന്ന സമയത്ത് ഓവർ പ്രൈസിങ് ഇട്ട് വിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അത് ബാക്കി ആർക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു പ്രോഡക്റ്റ് നോക്കി ഇതിന് എന്ത് വിലയിടാം, ഇതിനൊരു ലുക്ക് വെച്ചിട്ടൊരു അങ്ങനത്തെ ഒരു വിലയിടലായിരുന്നു. ഇപ്പം ഞാൻ മുൻകൂട്ടി വന്നേ പിന്നെ മാറിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതെടുത്ത് നോക്കിയിട്ട് റെഫർ അങ്ങനെ ഒരു മാറ്റം വന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള വില എനിക്കുണ്ടായൊരു ഗുണം എന്താണെന്നറിയോ, നാട്ടിൽ മൊത്തം ശത്രുക്കളായി മാറി. അതായത് PA ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മുൻകോടസിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒരു ഉണ്ടാക്കിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്താ പറയുക കമൻസ്, ഇപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ 2022 നമ്മുടെ എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു, 24ൻ്റെ ഇൻ്റർവ്യൂ, അതായത് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ വന്നായിരുന്നു. ആ സമയത്ത് അറിയാലോ കമൻസിൽ നമുക്ക്, അതായത് ഒരേ പാറ്റേണിലുള്ള, അതായത് ബോട്ട് പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടി. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ആയാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ല ഫാൻസ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടാർഗറ്റ് ഓഡിയൻസ് അവിടെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന, ഇപ്പം എന്താ പറയുക, നമ്മൾ കൂലിക്ക് ആൾ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ഇത് നല്ലതല്ലേ. പിന്നെ തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും, ഇപ്പോൾ കളിയാക്കും, ഇന്ന് ബുക്ക് ചെയ്താൽ 16 അടിയന്തരത്തിന് കിട്ടും, അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്താൽ കൊച്ചുണ്ടാകുമ്പോൾ കിട്ടും എന്നുള്ളത്. അതായത് നമ്മുടെ നിന്ന് വാങ്ങാത്തവരൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, ഓപ്ഷൻ ഉണ്ടല്ലോ, സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ നമുക്കുള്ളതാണ്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ചൂസ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വന്നത്? അതായത് ഫസ്റ്റ് ഇ കോമേഴ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ എൻ്റെ ഗതികേട് കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കിയുള്ളവർക്ക്. അതായത് ഞാൻ ഇതുപോലെ പ്രൊഡക്റ്റ് ഇടുന്ന സമയത്ത്, അതായത് വാട്സപ്പിലായിരുന്നു കേട്ടുണ്ടായിരുന്നത്, അത് എനിക്ക് എത്ര സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ എത്ര പേർക്ക് റിപ്ലൈ കൊടുക്കുന്നു അത്രയും സെയിലായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് 100 പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നമുക്ക് ഇതാക്കിയ സെയിൽസ് ആയിരുന്നു അത്. ഇപ്പം ഞാൻ 200 പേർക്കാണ് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇന്ന് എനിക്ക് അന്ന് 200 പ്രൊഡക്റ്റ് ആയിരുന്നു പോയിരുന്നത്. അതായത് ഇവർ റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, വാട്സപ്പിൽ അവർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് എന്താ പറയുക പേയ്മെൻറ്റ്, അതായത് ഞാൻ എന്താ പറയുക അതെല്ലാം അങ്ങനെ വന്ന ഒരു സമയത്ത്, അപ്പോൾ അതെനിക്ക് അപ്പോൾ എനിക്ക് ഒട്ടും ഓർക്കണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭയങ്കര പ്രഷറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ആളുകൾക്ക് ഞാൻ എത്ര റിപ്ലൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്യാപ്പബിലിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ സെയിൽ. പക്ഷേ കുറേ ആളുകൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് വന്നു തുടങ്ങി, നിങ്ങളെന്താ വിൽക്കാനല്ലേ പ്രോഡക്റ്റ് ഇട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും റിപ്ലൈ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉറക്കമൊന്നും ഇല്ലാണ്ട് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. 300 കസ്റ്റമേഴ്സ് വരെ ഞാൻ റിപ്ലൈ കൊടുത്ത് സെയിലെടുത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് പറ്റാണ്ടായി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം വളരെ നല്ലതായതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും സജഷൻ കിട്ടുമല്ലോ വെബ്സൈറ്റ് എന്നുള്ളതിൽ. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വെബ്സൈറ്റിലോട്ട്, എനിക്ക് അറിയില്ല വെബ്സൈറ്റ്. കാരണം ഒരാളുകളെ വെബ്സൈറ്റിലോട്ട് ഗൂഗിളിൽ പോയിട്ട് www.മുൻകോടസ്കൗച്ചർ.com എന്ന് ഞെക്കിപ്പിച്ച് അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമല്ലേ. അതും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ അടക്കി വാഴുന്ന ഇതിൽ നമ്മുടെ അവിടുത്തെ ഒരു കുഞ്ഞൊരു തരി പോലും അല്ല നമ്മൾ. അപ്പം അങ്ങനെ വരുന്നൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഗതികേടുകൊണ്ട് ഞാൻ വെബ്സൈറ്റ് തുടങ്ങിയതാണ്. വെബ്സൈറ്റ് തുടങ്ങിയ ആദ്യത്തെ ഇതിൽ തന്നെ ഇപ്പം ഞാൻ പറയേ, എനിക്ക് ഇത് വെബ്സൈറ്റ് തുടങ്ങുക എന്ന് പറയും, നല്ല വെബ്സൈറ്റ് ഓൺ വെബ്സൈറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല കാശ് ചിലവുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പറയും വിലക്കുറവ് മതി കേട്ടോ എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അത് പക്ഷേ തുടങ്ങിയ സെയിം ഡേ നമ്മുടെ ട്രാഫിക് കാരണം പൊട്ടി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത് ശരിയാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഷോപ്പ് പോലെ തന്നെയാണ്. അതിൻ്റെ എക്സ്പെൻസ്, മെയിൻ്റെനൻസ്, നമ്മളെന്താ പറയുക റെൻറ്റ് പോലെ തന്നെ അതിൻ്റെ
ഗേറ്റ് വേക്കും ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് എന്ന് തന്നെ പറയാം. എല്ലാത്തിനും കാശ് കൊടുക്കണ്ടേ? അതായത് ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അറൗണ്ട് ഒരു 5 lakh അതിന് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസിനും അതിൻ്റെ എല്ലാത്തിനും എനിക്ക് സെർവറിനും റെൻറ്റ് കൊടുക്കണം. എല്ലാ മാസം കാശ് കൊടുക്കണ്ടേ സെർവറിന്? നമുക്കത് നോക്കി ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റാഫ്, പിന്നെ എന്താ പറയുക, ഒരു ക്രിപ്ലോ കൊടുക്കുക, ആ സ്റ്റാഫ് എല്ലാം നോക്കും. അതായത് ഒരു ഷോപ്പ് എങ്ങനെയാണ് അപ്പോൾ ആളുകളുടെ വിചാരം വെബ്സൈറ്റ് എന്ന് വെച്ചാൽ കാശ് ചിലവില്ല എന്നാണ്. നല്ലൊരു വെബ്സൈറ്റ് ആണെങ്കിൽ, അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഈ കോമേഴ്സിലേക്ക് വന്ന സമയത്ത് ഇപ്പോൾ ഷോപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി പയ്യെ മാറ്റി കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് ട്രാൻസിഷൻ വന്നായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഷോപ്പ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരാളോട് എന്താ പറയുക, ഷോപ്പ് തുടങ്ങി നിങ്ങളത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റിലേക്ക് പോകണം എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വെബ്സൈറ്റിലേക്ക് പോകണം എന്ന് പറയും. അതായത് ഇപ്പം ഇന്നത്തെ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഓൺലൈനിൽ ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിലേക്ക് ഭയങ്കര ഹൈപ്പായി വന്നു. പക്ഷേ ഇപ്പോൾ പതുക്കെ എന്താ പറയുക, കുറച്ചും കൂടെ ഷോപ്പ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാലോ നിനക്ക്, ഷോപ്പ് ഇല്ലെങ്കിലും കസ്റ്റമേഴ്സിന് വന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയില്ല, അങ്ങനെ പുറത്തേക്ക് അറിയില്ല. നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ വേണമെങ്കിലും വേണമെങ്കിൽ ആ ക്ലോത്ത് ഫീൽ ചെയ്ത് അവർക്ക് അവരുടെ അളവിനോ അല്ലെങ്കിൽ അവരുടെ കളർ ഇഷ്ടത്തിനോ അവർ പറയുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്, മുൻകോടസിനും ഉണ്ട്. അത് പലർക്കും അറിയില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസ് എന്തായാലും വേണം. അത് ഉറപ്പായിട്ടും വേണം. ഓൺലൈനിലും ഓഫ്ലൈനും എന്താ തന്നെയാണെങ്കിലും ആളുകൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ, അത് ഓഫീസായിരിക്കാം അല്ലെങ്കിൽ ഷോപ്പായിരിക്കാം, അങ്ങനെ ഒരു സ്പേസ് വേണം. ദെൻ വെബ്സൈറ്റ്. പിന്നെ വെബ്സൈറ്റ് ഒറ്റയടിക്ക് വന്നാലും ആളുകൾ എനിക്ക് സെർച്ച് ചെയ്ത് പോയി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിൽ എന്തെങ്കിലും ഒന്ന് പ്രത്യേകത വേണം. ഇപ്പോൾ എനിക്ക് ആ ഒരു ഇത് വരാൻ, ഇപ്പോൾ വെബ്സൈറ്റ് തുടങ്ങിയാലും എനിക്കത് നിലനിർത്താനുള്ള ഒരു കാര്യം കിട്ടിയത് 2021 റെഡി ടു വെയർ സാരിയാണ്. അത് തുടങ്ങിയ സമയത്ത് അപ്പം മുൻകോടസാണ് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യൻസ് വെയർ ചെയ്യുന്ന പോലത്തെ റെഡി ടു വെയർ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി പേജസ് ഉണ്ട്, ബുട്ടിക്സും ഉണ്ട്. അത് ചെയ്ത് മാത്രം ഇതാവുന്നത്. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് 2021 എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ എനിക്ക് സെറ്റ് സാരി 10-21 സാരി ഉണ്ട്, അത് ഉടുക്കണം. അപ്പോൾ അത് ഉടുക്കുക എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ സാരി പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഉടുക്കുക, ഷൂട്ടിന് വേണ്ടി ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ആകെ 1 മണിക്കൂർ സമയമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പിയനോട് പറഞ്ഞേ, എനിക്കതൊന്ന് പ്ലീറ്റ്സ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് തായോ, വേഗം. അപ്പോൾ എനിക്ക് പ്ലീറ്റ്സ് എടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ തോന്നി, കാരണം അവൻ നോർത്താണ്. അപ്പോൾ അവന് അവിടുത്തെ റെഡി ടു വെയർ സാരി സ്കേർട്ട് പോലെയാണ്. അപ്പോൾ ഞാൻ അതുപോലത്തെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻസ് ഇടില്ല. സൗത്ത് ഇന്ത്യൻസ് നോർമൽ സാരി ഉടുക്കുന്ന പോലെ എങ്ങനെയാണോ ഏത് സൈസിനും എടുക്കുക. സ്കേർട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ണമുള്ളവരാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ അത്യാവശ്യം നമ്മുടെ ഹിപ്പ് പോർഷനും തൈസൊക്കെ കുറച്ച് വണ്ണമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയ നല്ല നീറ്റായിട്ട് കെടുക്കണം. അപ്പോൾ അവൻ്റെ ഐഡിയാസിൽ എനിക്കത് ചെയ്തു തന്നു. ഞാനത് ഉടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവം, എന്തുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുത്തൂടാ? ഇത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ ബൊട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അന്ന് ഈ പറഞ്ഞ പോലെ മൂൺകോടസ് കൗച്ചർ എന്ന് പറഞ്ഞ് പേരിടുന്ന സമയത്ത് ആർക്കും തന്നെ അതിൽ വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു ബൊട്ടിക്കും ഒരു കോച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? കോച്ചർ, കോട്ടൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കോട്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നുള്ളത് സെയിം തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതല്ലാതെ എന്താ? കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് കുറേ പേര് അഡോപ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെയിം കാര്യം പറയട്ടെ. പണ്ടുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ടൈലറിങ് ഷോപ്പ്, ഒരു ബൊട്ടീക്ക് എന്ന് പറഞ്ഞ ഒരു പേര് ഭയങ്കര ഒരു ഹൈപ്പിൽ വന്ന സമയത്ത് എല്ലാ ടൈലറിങ് ഷോപ്പിൻ്റെ താഴെയും ആ പേര് എഴുതിയിരുന്നു. അതായത് അവർ ഏതാണെന്ന് അറിഞ്ഞിട്ടല്ല അത് എഴുതിയിരുന്നത്. അപ്പോൾ ആ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനും തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എല്ലാവരും എഴുതുന്ന സാധനം ഞാൻ എന്തിനാണ് എഴുതുന്നത്? മനസ്സിലായി. ഇപ്പോൾ എഴുതുന്ന കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പോൾ അൺകൺവെൻഷനലായിട്ട് ചേച്ചി ചെയ്യുന്ന വേറൊരു കാര്യം ഇപ്പോൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലായാലും ഫേസ്ബുക്ക് പ്രൊഫൈലായാലും യൂട്യൂബ് പ്രൊഫൈലായാലും നമ്മൾ ഇട്ടേക്കുന്നത് ചേച്ചിയുടെ ഫോട്ടോ ആണ്. അവിടെ ഒരു ലോഗോന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ആ ഒരു ഇതിലേക്ക് വരാനുള്ള റീസൺ എന്താ? അതായത് അത് സത്യം പറഞ്ഞാൽ ഒന്നും വിചാരിച്ചിട്ട് ഇതായതല്ല, ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയിപ്പോയി കഴിഞ്ഞപ്പോൾ മാറ്റാൻ പറ്റുന്നില്ല. ഗതികേട് എന്നൊക്കെ പറയില്ലേ? അല്ല, ഈ ആൾക്കാർ വിചാരിക്കും ഒരു പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത് ഒട്ടും റെലവൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ആ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറിയാൽ പോലും ചിലപ്പോൾ ആൾക്കാർക്ക് മിസ്സായി പോകും, ഇതാണോ പ്രൊഫൈൽ എന്നുള്ളത്. കാരണം ആ ഒരു സാരി കൊടുത്തേക്കുന്ന രീതി ആയിരിക്കും, ആ പ്രൊഫൈലിലുള്ള ഫോട്ടോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള ആൾക്കാർ ഭയങ്കര സില്ലിയായിട്ട് കാണുന്ന കാര്യങ്ങൾ, പക്ഷേ ചേച്ചി അത് കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് എഫേർട്ട് എടുത്ത് മനസ്സിലാക്കാൻ നോക്കാണ്ട്. അതെന്തുകൊണ്ടാണ് കസ്റ്റമറിന് അത്രയും മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ? അതായത് ഫേസ് വാല്യൂ ഒന്നുണ്ടല്ലോ. അതായത് അവർക്കൊരു അവരെന്നെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ,
ഒരു ദിവസത്തിൽ 2 വീഡിയോ ഇടും ഞാൻ. അതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലേ, വയ്യേ അല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, അങ്ങനത്തെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ 2 വീഡിയോ റെഗുലറായിട്ടുണ്ടാവും. ഇന്നീ നിമിഷം വരെ ഞാൻ അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. ആ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നെനിക്ക് വേണ്ട, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ മുഖം എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് അത് പക്ഷേ ഒരു നെഗറ്റീവായിട്ട് ഫേക്ക് അക്കൗണ്ട്സും അത് ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എല്ലാവർക്കും ഫെമിലിയർ ആക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാം എൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും അവരെ കൊണ്ട് പെണ്ണുമ്പിള്ളക്ക് വട്ടാണല്ലോ, ഇതുപോലെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ആൾക്കാരെ കാണിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയാക്കി മാറ്റി ഞാൻ. അപ്പം ഓക്കെ, ഇപ്പം നമ്മൾ നിലവിൽ ഏകദേശം 200 മില്യൺ വ്യൂസ്. അതിപ്പോൾ നമ്മൾ പെയ്ഡ് ആഡ്സ് വെച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു ബ്രാൻഡിനെ ചിലപ്പോൾ അഫോർഡബിൾ വരുമായിരിക്കില്ല. അപ്പോൾ റീച്ച് കുറയുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ഇൻസ്റ്റാഗ്രാമായിട്ട് ചേച്ചിയുടെ റീച്ച് കുറയ്ക്കും. പെയ്ഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക്. അതിൽ നിന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്യാറ്? അത് ഭയങ്കര കോമഡി ആട്ടോ. എനിക്കറിയാം. അതായത് ഞാൻ ഒരു മാസത്തിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് ഏകദേശം ഇപ്പം ഞാൻ പഠിച്ചിരിക്കുകയാണല്ലോ, ഏകദേശം എൻ്റെ വീട്ടിലൊരാളെ പോലെ ഇപ്പം ഇൻസ്റ്റാഗ്രാം എനിക്ക്. അപ്പോൾ ഭയങ്കര റീച്ച് വരും എനിക്ക്. ഭയങ്കര റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസിന് 20 മില്യൺ, തൊട്ടടുത്തതിന് 8 മില്യൺ, 3 മില്യൺ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പം ഞാനങ്ങ് ആഹാ, എനിക്ക് വട്ടായതാണ്, ഇൻസ്റ്റാഗ്രാമിന് വട്ടായതാണെന്ന് വിചാരിച്ചിരിക്കും. ദെൻ നെക്സ്റ്റ് ആ 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് ഒറ്റയടിക്ക് 1 ലക്ഷം വ്യൂസിലോട്ട് ഇരിക്കും. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ടെൻഷൻ ആവുമായിരുന്നു ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ റീസൺ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലാവും നമ്മൾ എഫേർട്ട് എടുത്തിടുന്നതിനൊക്കത്തിന് നല്ല റീച്ച് തന്നെയുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് മാറും. ഇപ്പം ഞാനതെങ്ങനെയാണ് മാറുന്നതെന്നറിയോ? എനിക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, എൻ്റെ റീച്ച് കുറയ്ക്കുന്നത്. കാരണം ഞാൻ പതുക്കെ കംഫർട്ട് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ മതി, എന്തിട്ടാലും 1 മണിക്കൂറിൽ എനിക്ക് എന്താ പറയുക 1 ലക്ഷം വ്യൂസ് ഉണ്ട് 1 മണിക്കൂറിൽ, ആദ്യത്തെ 1 മണിക്കൂറിൽ. അപ്പോൾ എന്തിട്ടാലും അതങ്ങ് കയറി പൊക്കോളും എന്നുള്ളൊരു ചിന്ത ആവുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് ഈ പണി തരുന്നത്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യമൊക്കെ ഒരു വിഷമമുണ്ടെങ്കിൽ ഇപ്പം എനിക്കത് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കംഫർട്ട് സോണിലോട്ട് പോകുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം എന്നെ വാൺ ചെയ്യും. കംഫർട്ട് സോണിലോട്ട് പോകുന്നുണ്ട്, മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഇത് താഴേക്കെന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും എന്താ പറയുക കുറച്ചിരുന്ന് ചിന്തിക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഞാൻ അത് ആഡ് ചെയ്യും. ദെൻ അത് കയറും. പിന്നെ ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഒരാഴ്ച പിന്നെയും കയറും, പിന്നെ താഴും, പിന്നെയും കയറും, പിന്നെ താഴും. അതൊരു നല്ല കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൽ അങ്ങോട്ട് സെറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ അതിൽ സെറ്റായി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നിപ്പോൾ എന്നെ എന്താ പറയുക, എനിക്ക് 0 വ്യൂസ് വന്നാലും എനിക്കറിയാം അതെങ്ങനെ എനിക്കത് ഓവർകം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. ഞാനത് ഓവർകം ചെയ്യുന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിനും മനസ്സിലായിട്ടുണ്ട്. ലൈക്ക് ആ ഒരു കോൺഫിഡൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ആ വീണ് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളായാലും വേറെ ക്ലയൻസായിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരെയും പേടി, ആ സമയം കടന്നു പോകാൻ അവരെ കൊണ്ട് പറ്റണില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇൻസ്റ്റാഗ്രാം അല്ല നമ്മളുടെ കഴിവിനെ അളക്കുന്ന ഒരു അളവുകോല്. ഇതിലപ്പുറം ചാടിക്കടന്നവനാണെന്നൊക്കെ പറയില്ലേ, നമ്മുടെ കഴിവിനെ അളക്കുന്ന ഒരു അളവുകോലല്ല ഇൻസ്റ്റാഗ്രാം. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ പ്രൊഫൈൽ വലിയ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. മനസ്സിലായി. അതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉള്ള എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നത് സത്യമായിട്ടും അല്ല കേട്ടോ. ഓക്കെ, നാളെ 0 തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ 0 തുടങ്ങിയിട്ടില്ലേ? മുൻകോടസിൻ്റെ ഫസ്റ്റ് പേജ് ഹാക്കായിട്ട് 0 തുടങ്ങിയത്. എന്നിട്ട് നിർത്തിയോ? ഇല്ല, കൂടിയല്ലേ ഉള്ളൂ. അതിപ്പോൾ എന്ത് തുടങ്ങേണ്ടി വന്നാലും ഇപ്പോൾ ഏവൻ്റെ പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 0 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്താ പറയുക, നമുക്ക് ആ പേജിനൊരു പേർപ്പസ് ഉണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ശരിയാ പർപ്പസിൻ്റെ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഏവൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് അവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായിരിക്കണ കാര്യം, മൂൺ ഗോഡസിലായാലും ഇപ്പോൾ ഏവൻ്റെ പ്രൊഫൈലാണെങ്കിലും എല്ലാം സെയിൽസ് അല്ല. അതായത് എല്ലാം സെയിൽസ് അല്ല. അവിടെ പോകുന്ന പല കാര്യങ്ങളും ബാക്കി കുറേയൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർക്ക് ടൈലറിങ് മിഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് നാളെ അവരും ചേച്ചിനെ പോലെ ആവണം, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വന്നം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. സെയിം തന്നെ ഏവൻ്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർക്ക്, ലൈക്ക് ഇപ്പം ഏവൻ അറിയാത്ത ആൾക്കാരെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓട്ടിസത്തിൽ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവനെ പോലെയുള്ള കുട്ടികളുള്ള അമ്മമാർക്കും പറ്റും, അല്ലെങ്കിൽ അവർക്കും തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. എല്ലാ സെയിൽസ് അല്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സുകാരി എന്നതിൽ മാറ്റി നിർത്തിയാൽ ഞാനൊരു മനുഷ്യനല്ലേ, ഒരു വീട്ടമ്മയല്ലേ, ഒരു അമ്മയല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ മേഖല ഇപ്പോൾ ഞാൻ ചെറിയൊരു ഫെമിനിസ്റ്റാണ്. എനിക്ക് പെണ്ണുങ്ങൾ പെണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഞാൻ എന്നെ തന്നെ പറയാം ഞാൻ വണ്ടർ വുമൺ ആണെന്നാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മൾട്ടി ടാലൻറ്റഡാണ്. പക്ഷേ എന്തുകൊണ്ടോ എല്ലാവർക്കും
എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ല. അതൊരു പക്ഷേ എല്ലാവരും നമ്മളിലോട്ട് തന്നെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതിൻ്റെ കറക്റ്റ് റീസണും അറിയാൻ പറ്റും. ഇപ്പം ചിലവർക്ക് ഭയങ്കര ഒരു ഡ്രീം ഉണ്ടാകും, അനുകൂല സാഹചര്യങ്ങളായിരിക്കില്ല വീട്ടിൽ, പക്ഷെ അത് എക്സ്ക്യൂസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കും അനുകൂല സാഹചര്യങ്ങളായിരുന്നില്ല. ഏറ്റവും ഞാൻ ഈ മുൻകോടസിലോട്ട് കട തുടങ്ങുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും ചീത്ത അവസ്ഥയായിരുന്നു. കാരണം അവൻ അത്രയും വയലൻ്റ് ആയിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അവന് അക്യൂപഞ്ചറിനും അതിനൊക്കെ കൊണ്ട് ഏറ്റവും അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ മുൻകോടസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എക്സ്ക്യൂസ് പറയുമ്പോൾ എനിക്കതങ്ങ്, കാരണം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ട് വന്ന ആളാണ്. എനിക്ക് തോന്നണില്ല ഒരുവിധം ഒരു പെണ്ണ് അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡിവോഴ്സ്, കുഞ്ഞിൻ്റെ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ നാട്ടുകാരെയും ബന്ധുക്കളുടെ ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് പുറത്ത് പറയാൻ കൂടെ പറ്റാത്ത കുറേ വിഷമങ്ങൾ നമ്മുടെ. അപ്പോൾ എല്ലാത്തിനും അനുഭവിച്ച് പോന്നിട്ടും അതിനെ ഞാനെടുത്തത്, എല്ലാവരും ഒരുപോലെ എടുക്കണം എന്നില്ലല്ലോ, ഞാനെടുത്തത് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അവരെല്ലാവരും എന്നെ പുകഴ്ത്തുന്നൊരു ദിവസം. അതായത് അതിനൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കേട്ട കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എടുത്തു വെക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, തള്ളിക്കളയുന്ന മൂലക്കല്ലായിട്ട് മാറണം എന്ന്. അതായത് എല്ലാവരും വേണ്ടാന്ന് വെച്ചിട്ട്, മൂലക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും ഇതായിട്ട് ഇടുന്നൊരു കല്ല്. അപ്പോൾ അതിന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിനും കൊള്ളൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളഞ്ഞ കല്ല് ആയിരിക്കണം ഏറ്റവും എന്താ പറയുക അതിൻ്റെ നെടുന്തൂണായി മാറേണ്ടതെന്ന്. ഞാൻ അതാവാനാണ് ട്രൈ ചെയ്തത്. ഓരോ റിജക്ഷൻസ് വരുമ്പോഴും, ഓരോ വിഷമങ്ങൾ വരുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും, എനിക്ക് എത്ര ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടും ഞാൻ ഒരിക്കൽ പോലും മുൻകോടസിന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാൽ കൂടെയും എൻ്റെ മോന് ആവശ്യമുള്ള സമയത്തൊക്കെ ഞാൻ അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ സമയമാണ് ഞാൻ മാറ്റിവെക്കൽ. ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യൽ. ഇപ്പോൾ ഫാമിലീസ് എല്ലാവരിലുള്ള പോലെ ഇഷ്യൂസ് എൻ്റെ ഫാമിലിയിലും ഉണ്ട്. അതിനൊക്കെ സൈഡിലൂടെ തരണം ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പാർട്ട്നേഴ്സ് എപ്പോഴും എല്ലാവരും പറയും നമുക്ക് സപ്പോർട്ടീവ് അല്ല, നിങ്ങളുടെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ്. അതെങ്ങനെ സപ്പോർട്ടീവ് ആയത്? ഞാൻ കുറഞ്ഞവളല്ല, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ ഇന്ന് തെളിയിച്ചു കൊടുത്തോ അന്നാണ് എനിക്കെല്ലാം അനുകൂലമായിട്ട് വന്നത്. മനസ്സിലായി. അതിനു മുമ്പ് എനിക്കൊന്നും അനുകൂലമല്ല, എല്ലാം പ്രതികൂലമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ ഫാമിലിയുടെ കേസ് പറഞ്ഞ സമയത്ത് ഇപ്പോൾ പലരും പറയാറുണ്ട് ആൾക്ക് ക്ലോത്തിനെ കുറിച്ച് എന്തറിയാം, ചുമ്മാ ഒന്ന് ഇങ്ങനെ കിടന്ന് പറയുന്നല്ലേ എന്നൊക്കെ. ആ ഒരു സ്റ്റോറിയും കൂടെ ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ക്ലോത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു ആൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ ഇതിലേക്ക് വരുന്നത്, അതും പറയണം. സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഈ സ്ട്രഗിൾസിലൊക്കെ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർ മാക്സിമം നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. മാക്സിമം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ ഏറ്റവും ബേസ് ലെവലിൽ വരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും എങ്ങനെ ആൾക്കാർക്ക് ഓവർകം ചെയ്യാമെന്നും കൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് ആണ്. അത് എൻ്റെ അപ്പച്ചൻ്റെ ഫാമിലി എല്ലാവർക്കും ക്ലോത്ത് ബിസിനസ്സാണ്. ഈവൺ എൻ്റെ അപ്പച്ചന് പോലും, എൻ്റെ അപ്പച്ചൻ പഠിച്ചിട്ടൊന്നുമില്ല, 6ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പാപ്പൻ്റെ കൂടെ കച്ചവടത്തിന് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു DNA എന്നിലുണ്ട്. അതാണ് എനിക്ക് ഇത്രയും പ്രാന്ത് വന്നത്. പിന്നെ ക്ലോത്ത് എനിക്കിഷ്ടമാണത്. പിന്നെ ഞാൻ മുൻകോടസ് തുടങ്ങുന്നവരെ ഞാനൊരു റീറ്റെയിലറായിരുന്നു. എൻ്റെ ആദ്യത്തെ കട ഞാൻ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ കട തുടങ്ങുന്നത്. 2006 അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് മാത്രമേ അറിയാവുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ചെറിയ ഏജിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെറിയ ഏജിൽ എൻ്റെ പ്രായത്തിൻ്റെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് ക്യാഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വന്ന് ഏറ്റവും വലിയ വീഴ്ചയിലോട്ട് പോയി, ഫാമിലി ഇഷ്യൂസൊക്കെ ഒന്ന് വലിയ വീഴ്ചയിലോട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മുൻകോടസ് വന്നപ്പോൾ എനിക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പ്ലാനിങ് എന്തായിരുന്നു എന്ന് അറിയാമോ? അതായത് ആർഭാടത്തിൻ്റെ പിന്നാലെ ഞാൻ പോവില്ല എന്നുള്ളത്. ഒരാർഭാടത്തിൻ്റെ പിന്നാലെയും, കാരണം ഒരാളെയും കാണിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും വലിയ, കാരണം ഞാൻ ഈ രണ്ടല്ല എനിക്ക് തോന്നുന്നു 3 വർഷമായിട്ടേ ഉള്ളൂ ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ ഒരൊറ്റ റൂമിൽ നിന്ന് ഫ്ലാറ്റിലോട്ട് മാറിയിട്ട്. ശരിയാ. കാരണം ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇപ്പോൾ എനിക്കറിയാമുള്ളത് ലൈക്ക് ആൾക്കാർ പോലും റിലേറ്റ് ചെയ്യണമെന്ന് വരില്ല. അവിടെ വർക്കേഴ്സും ചേച്ചിയൊക്കെ തമ്മിൽ അവിടെ നിന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഇത്രയും ആൾക്കാരിലേക്ക് സ്കെയിലായി ഇത്രയും ഇതിലേക്കൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫേർട്ട് ചെറുതല്ല. ലൈക്ക്
ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതല്ല ഇപ്പോൾ എല്ലാവരും ആ സമയത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പനമ്പള്ളി നഗർ പോലുള്ളൊരു സ്പേസിൽ വർക്കേഴ്സ് താമസിക്കുന്ന ആ സെയിം ബിൽഡിങ്ങിൽ ചെറിയൊരു റൂമിൽ മാക്സിമം 75 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ആ ഒരു റൂമിൽ ഞങ്ങളുടെ ഫാമിലി ആ റൂമിൽ മാത്രമേ ആ സ്പേസിൽ ഞങ്ങളെ താമസിക്കാണ്ടി വരുന്ന ഒരു അവസ്ഥ നോക്കി. അന്നും എനിക്ക് ഫ്ലാറ്റ് എടുക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് എൻ്റെ ബ്രാൻഡിൻ്റെ ഗ്രോത്താണ്. കാരണം ഞാൻ കിട്ടുന്ന പൈസ മുഴുവൻ എടുത്ത് ഞാൻ ആർഭാടത്തരം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെ നടക്കും? അതുകൊണ്ട് എല്ലാം ആയി ഓക്കെ ആയി സെറ്റായി എനിക്കൊരു സ്പേസിലോട്ട് മാറണം എന്നൊരു സമയം വന്നപ്പോൾ മാത്രമേ ഞാൻ മാറിയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ നിനക്കറിയാമെന്ന് എനിക്കറിയാം. അതായത് ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പേരിൽ വരെ എൻ്റെ ഏറ്റവും അടുത്തൊരാളിൽ നിന്ന് അവഗണന നേരിട്ട ഒരാളാണ് ഞാൻ. അതായത് ഞാൻ വന്ന വണ്ടി സ്കൂട്ടറായി പോയി എന്നുള്ളതുകൊണ്ട് എന്തായാലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഒരു വില കൂടിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാൻ 1 കോടിയുടെ വണ്ടി വാങ്ങിയിട്ട് 2-3 ലക്ഷം രൂപ EMIയും കൊടുത്ത് ഫ്ലാറ്റിൻ്റെ താഴെ ഇതാവണം. ആ EMI അടയ്ക്കണ സമയത്ത് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണം, എന്തുമാത്രം ശരിയാ. എൻ്റെ എക്സ്പെൻസ് അല്ലേ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് മേലെ കയറ്റിയിടുക. വില കൂട്ടി ഞാൻ ആൾക്കാരുടെ നിന്ന് അത് വാങ്ങും വേണം. ഞാൻ എന്ത് ആർഭാടത്തരം കാണിച്ചോ അതൊക്കെ പ്രൈസായിട്ടാണ് മാറുന്നത്. മറ്റുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ ആ എക്സ്പെൻസ് നല്ല രീതിയിൽ കട്ട് ചെയ്തു. ഞാൻ സ്കൂട്ടിയിൽ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂട്ടിയിൽ ഇപ്പോഴത്തെ അറിയാലോ വെയിലും കാര്യങ്ങളും. ഞാൻ ഒരിക്കൽ പോലും അയ്യോ എൻ്റെ കയ്യിൽ ടാൻ വരും കാലിൽ ടാൻ വരുന്നില്ല. ഇപ്പോഴും സ്കൂട്ടിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ എപ്പോഴും വേണം. ഏവന് എപ്പോഴെന്താ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് പറ്റുന്നത് സ്കൂട്ടിയിൽ പോകാൻ പറ്റണം. പിന്നെ അതുമാത്രമല്ല എറണാകുളത്തെ ട്രാഫിക്കിൽ ഇപ്പോൾ എനിക്ക് 4 ആളെ കാണിച്ചിട്ട് എന്തോ എനിക്കത് ഇഷ്ടമല്ല. എല്ലാവർക്കും അതുപോലെ ആവണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എല്ലാവരും പറയും എൻജോയ് ചെയ്ത് ജീവിക്കണം. പക്ഷെ എൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പാഷനെ വളർത്തുക, അതിൻ്റെ ഗ്രാഫ് മുകളിലോട്ട് ഉയർത്തുക, ആ ഒരു ബ്രാൻഡ് ഞാൻ സ്വപ്നം കണ്ട ഒരു പൊസിഷനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. പലരും എന്നോട് പറയും ലീവ് എടുക്ക്, അങ്ങോട്ട് പോ എൻജോയ്മെൻ്റ് എന്ന്. അപ്പം ഞാൻ ആലോചിക്കും അതിലൊന്നും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറയുക, എൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്കൊരു പാറ്റേൺ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇട്ടിട്ട് ആ വീഡിയോ ഒരു 10-15 പ്രാവശ്യമെങ്കിലും എൻ്റെ എല്ലാ വീഡിയോ ഞാൻ എടുത്ത് കാണും ഒറ്റ ദിവസം. ഒരു ബാക്കി ബിസിനസ് ഓണേഴ്സ് വെച്ച് നോക്കുമ്പോൾ ചേച്ചി ലാസ്റ്റ് ലീവ് എടുത്ത് തന്നായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ലീവ് എടുത്തത് എൻ്റെ ഏവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു. പക്ഷേ എന്നാലും ഞാൻ വർക്ക് ഫ്രം റൂം ആയിരുന്നു. എത്ര കൊല്ലത്തിൽ? അതൊരു 3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടേക്കുന്ന കാര്യം അവർ ഈസിലി ബിസിനസ്സിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ വേറൊരു കാര്യം ലീവ് ഉണ്ടോ ശരിക്കും? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും എന്താ പറയുന്നത്, പിന്നെ ഇപ്പോൾ കിടന്ന് തള്ളാലോ എന്ന്. പക്ഷെ ബിഹൈൻഡ് ദ സീൻ ആരും കാണുന്നില്ല. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഈസിലി കിട്ടുന്നതല്ല. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ ഞങ്ങളുടെ ഒരു ഫാമിലി ടൈമായിട്ട് ഒരു ടൂർ പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊരു സിനിമ കാണാറില്ല, ഞാനൊരു ഗെയിം കളിക്കാറില്ല, എനിക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ വരുമ്പോൾ ഞാൻ പോകാറില്ല, ഫ്രണ്ട്സ് ഇല്ല എനിക്കതിനൊന്നും പോകാറില്ല. ഞാൻ എല്ലാ സൺഡേസിലും ഇപ്പോൾ ഇവൺ പീരീഡ്സ് വന്ന് ഹെവി പെയിനാണോ മെഡിസിൻ എടുക്കും പോവും, മൈഗ്രെയിൻ ഇതാക്കും മെഡിസിൻ എടുക്കും പോവും, ഡിപ്രഷനാണോ മെഡിസിൻ എടുക്കും പോവും. അതായത് എനിക്ക് എന്തായാലും ഇരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പം ഞാൻ കെടുക്കണം എന്ന് വിചാരിച്ചാലും കെടുക്കാൻ പറ്റില്ല, ഒരു 100 കോൾസ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ ചില കാര്യങ്ങളിൽ വേറെ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യണം. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിലൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളെ ആരായിരിക്കും? അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് ഈ പറഞ്ഞ പോലെ എന്താണ് മൂൺ ഗോഡസിൻ്റെ ഒരു മെയിൻ അച്ചീവ്മെൻ്റ് ആയിട്ട് ചേച്ചി കാണുന്നത്? ഇന്ന് റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്?